ഹായ്. സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു രീതി, ഒരുപക്ഷെ സ്ത്രീകൾ പ്രതികരിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പ്രതികരിക്കുമ്പോൾ അവരെ ഏറ്റവും കൂടുതൽ വ്യക്തി അധിക്ഷേപം ചെയ്യുന്നവരുടെ പല ഫാദേഴ്സ്, പല ഹസ്ബൻഡ്സ് ഈ ടൈം പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതിനെ റിയാക്ട് ചെയ്യാൻ തയ്യാറാകാത്ത പാവം പിടിച്ച പെൺപിള്ളേർ ഇത് നിശബ്ദം അങ്ങ് സഹിക്കും. നിങ്ങൾ എത്രത്തോളം സഹിക്കുന്നോ അത്രത്തോളം ഇവറ്റുകൾ ചവിട്ടി കയറും എന്നുള്ള തെളിവാണ് നസീർ വാണം പോലുള്ള കുറേ വാണങ്ങൾ. ഇനി ഇതിനെ വക്കാലത്ത് പിടിച്ചുകൊണ്ട് വേറൊരെണ്ണം വന്നിട്ടുണ്ട്, ഗുദഭോഗ വീരനായിട്ടുള്ള ഒരുത്തൻ അപ്ചലും ഇങ്ങേരും കൂടെ ചേർന്നിട്ട് ഇനിയിപ്പോൾ ഈ നാടങ്ങോട്ട് നന്നാക്കി അടങ്ങുള്ളതാണ്. സൗദി, ദുബായ് ഇതുപോലുള്ള രാജ്യങ്ങളിലെ ഷേഖിൻ്റെയൊക്കെ മക്കൾ അവർ തന്നെ മാറി ചിന്തിക്കുകയും മറ്റ് പെൺകുട്ടികൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടി, അതായത് അവരുടെ തന്നെ ഇതിലുള്ള പെൺകുട്ടികൾക്ക് മാറ്റം ഉണ്ടാകാൻ വേണ്ടിയുള്ള നിയമങ്ങൾ വീണ്ടും അതിനെ കുറച്ചുകൂടെയൊക്കെ നന്നാക്കി എടുത്ത് വീണ്ടും പുതിയ പുതിയ നിയമങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഇസ്ലാമിൽ തന്നെ നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തെ, പ്രത്യേകിച്ച് കേരളം എന്ന് പറയുമ്പോൾ അത്രയധികം സാക്ഷരതയിൽ മുന്നോട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ 100% സാക്ഷരത ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന, ബോധവും ബുദ്ധിയും വിവരവും കൂടുതലുള്ള, ഏറ്റവും കൂടുതൽ മനുഷ്യത്വപരമായി ചിന്തിക്കുന്ന മനുഷ്യരുള്ള ഒരു സംസ്ഥാനത്തിൽ ഇരുന്നു കൊണ്ട് താലിബാനിസം വിളമ്പുകയാണ്. ഇത് കാരണം ഉണ്ടാകാൻ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു പ്രതിഫലം എന്താണെന്നറിയാമോ? നോർമലായിട്ട് സാധാരണ ഒരു പ്രശ്നത്തിന് പോകാതെ സ്വസ്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഇസ്ലാമിയരെ പോലും മറ്റു മതവിഭാഗങ്ങളും അല്ലെങ്കിൽ ഈ മതത്തിൽ തന്നെയുള്ള പെൺകുട്ടികൾ ഉൾപ്പെടെ വെറുക്കാനും അകറ്റി നിർത്താനും കാരണമാകുമെന്നതിന് പ്രത്യേകിച്ച് ഒരു ലാഭവുമില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും വൃത്തികെട്ട ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ രണ്ട് പേരും ചേർന്നിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇസ്ലാമിനെ അനുസരിച്ച് ജീവിക്കണം, നിങ്ങളങ്ങനുസരിച്ച് ജീവിച്ചാൽ പോരാ. നിങ്ങൾ നാട്ടിലുള്ള പെണ്ണുങ്ങളെ നന്നാക്കാൻ നടക്കണം. എന്തിനാണ്? ഇവർക്കാർക്കും പേരൻസ് ഇല്ലേ? ഇയാൾ അറ്റാക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് പേരൻസ് ഇല്ലേ? അവരെ നോക്കാൻ ആരുമില്ലേ? അവർക്ക് ആരുമില്ലേ അന്വേഷിക്കാനായിട്ട്? സഹോദരങ്ങളില്ലേ? അമ്മയില്ലേ? അച്ഛനില്ലേ? ഇനി ഇതൊന്നും പോട്ടെ, ബന്ധുക്കളില്ലേ? അവർക്കാർക്കും ഇല്ലാത്തൊരു ദണ്ണവും ഒരു വിളിപാടും ഒക്കെ ഇവന്മാർക്കുണ്ടാകേണ്ട കാര്യം എന്താണ്? ഇതെന്താണെന്നറിയാമോ? ഇവൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു, വളരെ വൃത്തികെട്ട രീതിയിൽ അവൻ മറ്റുള്ള, അതായത് പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗ് ചെയ്യുന്നവർ, എനിക്കറിയത്തില്ല ഈ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരെ ആക്രമിക്കുന്ന എന്ത് അടിസ്ഥാനത്തിലാണെന്ന്. അവരുടെ കുടുംബ പശ്ചാത്തലങ്ങൾ, കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്ന, കുട്ടികളുടെ സെറിമണി, ഹാപ്പി ബർത്ത്ഡേ തുടങ്ങി വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർക്ക് പ്രത്യേകിച്ച് മറ്റൊന്നും ചെയ്യാനില്ലാത്ത വീട്ടമ്മമാരായ അമ്മമാർ അതൊക്കെ ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ കൂട്ടിന് ഭർത്താവും കൂടെ നിൽക്കുന്നുണ്ടാവും. അതൊരു വലിയ തെറ്റാണ്. അവർ വീട്ടിൽ അന്നന്ന് നടക്കുന്ന കാര്യങ്ങളിൽ ഇവരുടെ ഒരു ഒരു പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സാധനമാണ്. ഇത് ഫുൾ ടൈം ഇങ്ങനെ കവർ ചെയ്തുകൊണ്ട് നടക്കണം. കവറപ്പ് ചെയ്തുകൊണ്ട് നടക്കേണ്ട ഒരു അവസ്ഥ അവൾക്കുണ്ടെങ്കിൽ അവളെ ജനിക്കുമ്പോഴേ കവർ ചെയ്ത് വിടും. ഈ പറയുന്ന ദൈവം, പടച്ചവൻ എന്ന് പറയുന്ന ആള് കവർ ചെയ്തങ്ങ് വിടും. അവളെ കവർ ചെയ്യേണ്ട സാധനമാണെന്ന് പറയും. കാണാൻ ചേലും അഴകും ആ എല്ലാ ശരീരഘടനയും കൊടുത്ത് അവളെ ഈ ഭൂമിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത് ഇതിന് മാത്രമാണെന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്ന രണ്ട് വാണങ്ങളാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പലരും പറയും എന്താ തെറി വിളിക്കണേ. ഇവറ്റകളെയൊക്കെ പറയുമ്പോൾ പിന്നെ എന്തോന്ന് മധുരത്തോടെ പറയണോ? എങ്ങനെ പറഞ്ഞ ഇവന്മാർക്ക് മനസ്സിലാവും? എന്തടിസ്ഥാനത്തിലാണ് ഇവര് മറ്റ് സ്ത്രീകളെ ഉപദ്രവിക്കുന്നത്? ഹിജാബ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്ന ആണിന്റെ കണ്ണുകളിൽ എന്ന് പറയുന്ന ഖുറാൻ വായിക്കുന്ന ഈ പറയുന്ന അച്ഛൻ, ഇവന് എന്ത് അധികാരമാണ്? അഹങ്കാരത്തിന്റെ അധികാരം കൊണ്ടല്ലേ ഇവ ഇത് പറയണത്? ഇത് സത്യം പറഞ്ഞാൽ മെയിനായിട്ട് വിമൻസ് കമ്മീഷൻ ഇടപെട്ട് കേസ് എടുക്കേണ്ട ഒരു കാര്യമാണ്. ജാമ്യമില്ലാ വകുപ്പിൽ ഈ രണ്ട് നരാധമന്മാരെ അകത്താക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നിരന്തരമായി ഇയാൾക്കെതിരെ, ഈ പെൺകുട്ടികൾക്കെതിരെ ഇയാൾ നിരന്തരമായി വീഡിയോ ചെയ്യുന്നു. നിങ്ങൾക്ക് സംഘടിക്കാനും ഈ ചേർന്ന് നിൽക്കാനുമുള്ള ഒരു വേദിയാണ് ഞാൻ പറയുന്നത്. എന്നെ സമീപിക്കുകയാണെങ്കിൽ ഇവന്മാർ ഇനി മേലിൽ യൂട്യൂബിൽ വീഡിയോ ഇടില്ല. അതിനുള്ള നിയമമുണ്ട്. എൻ്റെ ഒപ്പം വന്ന് നിൽക്കണമെന്നല്ല ഞാൻ പറയണത്. എനിക്ക് ജസ്റ്റ് ഒരു ഒപ്പ് മാത്രമേ നിങ്ങളത് വേണ്ടുള്ളൂ. തയ്യാറാണോ പെണ്ണുങ്ങളെ? ഇയാളാൽ ആക്രമിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് ജസ്റ്റ് ഇമെയിൽ ത്രൂ ഒരു കൺസെന്റ് ലെറ്റർ, ഞങ്ങൾ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നൊരു ലെറ്റർ എഴുതി തരാമോ? ബാക്കി ഞാൻ ഏറ്റു. ഇവനൊന്നും ഇനി മേലിൽ നിങ്ങളെപ്പോലുള്ള ഇനിയുള്ള സ്ത്രീകളെ ഒമ്മച്ച് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല. ഇതിപ്പോൾ നിങ്ങളെ മാത്രമല്ല, സിലു ടാക്സ് തുടങ്ങി ഒരുപാട് പെൺകുട്ടികൾ നടത്തുന്ന ചാനലുകളെ മാത്രം ലക്ഷ്യം വെച്ച് വളരെ മ്ലേച്ഛവും മോശവുമായ പ്രസ്താവനകൾ ഇറക്കുന്ന ഇവൻ ഏത് ജമാഅത്തിന്റെ ഇതാണെന്ന് പറയാമോ? ജമാഅത്ത് കമ്മിറ്റി ഏതാണെന്ന് നിനക്ക് വ്യക്തമാക്കാമോ? ആ ജമാഅത്ത് കമ്മിറ്റിക്കെതിരെ ഞാൻ കേസ് ഫയൽ ചെയ്യും. കാരണം ഒരു കാര്യവുമില്ല, അകാരണമായി സ്ത്രീകളെ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ പൗരങ്ങളെ അകാരണമായി മോശം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ രണ്ട് വ്യക്തികളെ നിലയ്ക്ക് നിർത്താൻ അതത് ജമാഅത്തുകൾ ഇടപെട്ടില്ല എന്നുണ്ടെങ്കിൽ ജമാഅത്തിനെതിരെ കേസ് ഫയൽ ചെയ്യുമെന്നുള്ളത് തർക്കമേ വേണ്ട. കർശനമായി പറയുന്ന ഒരു കാര്യമാണ്.
ഫാമിലി വ്ലോഗ് ചെയ്യുന്നവർക്കെതിരെ നിങ്ങൾക്ക് കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങളുടെ ജമാഅത്തിൽ സംസാരിച്ച് നിങ്ങൾ ആ ജമാഅത്തിലേക്ക് പേപ്പർ കൊടുക്കൂ. ജമാഅത്തുകാർ ഇടപെട്ട് അവരെ ഇറക്കി വിടട്ടെ. ന്യായമായ ഒരു കാര്യം. അകാരണമായി അവരെ പബ്ലിക്കിൽ വന്ന് ഇങ്ങനെ ആക്രമിക്കാൻ ഇസ്ലാം മതത്തിലുള്ള ഈ ഇസ്ലാം മതത്തിന്റെ കൊണാണ്ടർ എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അച്ചലിനെയും നിങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ടീമുകളും മനഃപൂർവ്വമായി തന്നെ സ്ത്രീകളെ അവഹേളിക്കുന്ന ഒരു ടേമാണ് കണ്ടുവരുന്നത്. തെറിവിളി മാത്രമല്ല അവഹേളനം. സ്ത്രീകൾ വ്യഭിചാരിണികളാണെന്നും നിന്റെ ഭാര്യയെ കണ്ടപ്പോൾ എനിക്ക് ഒലിച്ചു എന്ന് പറയുന്നത് എത്ര റോങ് ആയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണെന്ന് അറിയാമോ? റേപ്പ് പോലുള്ള ക്രൂരകൃത്യം ചേർത്ത് ഫയൽ ചെയ്യാൻ പറ്റുന്ന നല്ല 1ാം ക്ലാസ് സ്റ്റേറ്റ്മെന്റ് ആണത്. അവനെ വെറുതെ വിടാൻ നിങ്ങൾ കൂടെ ഭാഗമാകരുത്. ഒരാളെടുത്ത് ഞാൻ പറയത്തില്ല ഇന്ന ആൾ എന്നെ സമീപിച്ചിരുന്നു എന്ന്. കൃത്യമായി പണി കൊടുത്തിരിക്കും. ഇനി മേലിൽ നാക്കു തുറക്കത്തില്ല. സ്ത്രീകളെ അവഹേളിക്കുന്ന നിർത്തലാക്കാൻ നിങ്ങൾ തന്നെ മുമ്പോട്ട് വരണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കാനാണ് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിക്കുന്നത്. ഈ രാജ്യത്തെ ഭരണഘടന നിങ്ങൾക്ക് അതിനുള്ള എല്ലാ പെർമിഷനും തന്നിരിക്കുന്നു. നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്യുന്നത്, മറ്റൊരാളെ ഉപദ്രവമല്ല. ഇവന്മാർ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ മറ്റുള്ളവരെ അവഹേളിക്കുകയാണ്. അതിനെ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നല്ല പറയാ, അവഹേളനം എന്നാണ് പറയണത്. സോഷ്യൽ മീഡിയ വഴി അവഹേളനം നടത്തുന്നതിന് നിങ്ങൾക്ക് ഗൈഡ് ലൈൻ വേണമോ? ഞാൻ പറഞ്ഞു തരാം. ഏത് രീതിയിൽ നീങ്ങണമെന്ന് കൃത്യമായി ഞാൻ വിവരിച്ചു തരാം. ഓപ്പൺ ഫോറത്തിൽ നിങ്ങൾക്ക് വേണ്ടി എനിക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെയൊക്കെ നമ്പർ എടുക്കാൻ ഈസി ആണെന്ന് പറയാം. പക്ഷെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നതാണ്. ഇയാൾ ആരെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ, അതിപ്പം ഏതായിരുന്നാലും എൻ്റെ എതിർകക്ഷികളാണെങ്കിൽ പോലും പൂർണ്ണ സമ്മതത്തോടു കൂടി പറയണം, ഞാൻ സപ്പോർട്ട് ചെയ്യാം. അതേ ഒരു വഴിയുള്ളൂ. നമുക്ക് നിയമപരമായി നേരിടാം. ഇതിനപ്പുറം ഇത് സഹിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റാണെന്നാണ് പറയാനുള്ളത്. സുഹ്റാത്ത കേസ് കൊടുത്തു, 3 മാസം എടുത്തു. ഒരു പക്ഷേ സുഹ്റാത്താക്ക് അതിൻ്റെ വഴി കറക്റ്റ് അറിയത്തില്ലായിരിക്കും. അതുകൊണ്ടാണ് ഈ 3 മാസം എന്നൊരു കാലപരിധി വന്നിട്ടുള്ളത്. നിരന്തരമായി ഓരോരുത്തന്മാർ വന്നിരുന്നുണ്ട്, പെണ്ണുങ്ങൾ അവഹേളിക്കുന്നുണ്ട്, പോക്കർത്തനം പറയുന്നുണ്ട്. തെളിവ് എവിടെയാടാ വെക്കടാന്ന് വെച്ചാൽ മിണ്ടാട്ടയില്ല. എന്നിട്ടും അവഹേളനം വീണ്ടും കണ്ടിന്യൂസിലെ അവഹേളനം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ഒരു വീഡിട്ടോ ഈ മേത്തക്കൂട്ടം. ഇവൻ ഭയങ്കര ഇസ്ലാമിന്റെ മറ്റതാണെന്നല്ലേ ഇവൻ പറയുന്നത്. ഇസ്ലാമിന്റെ മറ്റവനാണെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിയനെന്ന് അവകാശപ്പെടുന്ന ഒരു 2 കെട്ടോ എംബോക്കി ഇരുന്നിട്ട് തെറി വിളിക്കുന്നു? എന്തുകൊണ്ട് ഇവർക്ക് അണ്ണാക്കിൽ പിരിവെട്ടിയോ? ഇത് ഇസ്ലാമിയത്തല്ല. ഇത് നിശ്ചയമായും റീച്ച് കിട്ടണം, റീച്ചിലെത്തണം. പെണ്ണുങ്ങളെ എടുത്തു വെച്ച് അമരാധിച്ചാൽ മാത്രമേ റീച്ച് ഉണ്ടാവുള്ളൂ. അതൊരു പ്രത്യേകതര റീച്ചാണ്. നിങ്ങളുടെ പ്രവാചകൻ വിവാഹം കഴിച്ചത് തന്നെ ഫ്രീഡത്തിൽ നിന്നൊരു പെൺകുട്ടിയാണ്. ആ സ്ത്രീക്ക് അത്രത്തോളം സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. അവരുടെ സങ്കല്പത്തിൽ ഭർത്താവ് ഏഴയായിട്ട് ജീവിക്കുന്നത് ഇഷ്ടമില്ല, അതായത് പാവപ്പെട്ടവനായി ജീവിക്കുന്നത് ഇഷ്ടമില്ല. പൊതുസമൂഹത്തിൽ അക്സെപ്റ്റൻസ് കുറയുമെന്നുള്ളത് കൊണ്ട് തൻ്റെതായ എല്ലാ സ്വത്തുവകകളും അദ്ദേഹത്തിന് എഴുതി വെച്ച് അദ്ദേഹത്തിന് ഹോണർ ചെയ്ത് വിവാഹം കഴിച്ച സ്ത്രീയാണ്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ സ്ത്രീ അദ്ദേഹത്തിന് എവിടെയോ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അനുബന്ധമായി വന്നതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മാതൃക ഫോളോ ചെയ്യണമെന്ന് അവകാശപ്പെടുന്ന ഇവന്മാർ പച്ച പോക്രത്തരമല്ലേ ചെയ്യുന്നത്. സ്ത്രീകൾക്ക് വേണ്ടി ഏറ്റവും കൺസിഡറേഷൻ കൊടുത്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു മതത്തിനെ സ്ത്രീകളുടെ ശത്രുവാക്കി മാറ്റുന്നത് ഇവന്മാരാണ്. ഈ മതത്തിൽ എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരു കാരണവും ഒരു സാധനവും നിങ്ങൾ നിർബന്ധിക്കരുതെന്നാണ്. നമസ്കാരമാണെങ്കിൽ പോലും സുന്നത്ത് ഫർള് എന്ന് 2ആയി തരംതിരിച്ചുകൊണ്ട് നിങ്ങൾ നിർബന്ധിക്കാൻ പാടില്ല എന്ന് തരംതിരിച്ചു വെച്ചിരിക്കുന്ന നിയമങ്ങൾ നിർബന്ധ ബുദ്ധിയോടെ പെൺകുട്ടിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാനാണ് അവന്മാർ നോക്കുന്നത്. ഈ വാണം ചെറുക്കൻ കുറെ നാൾ കൊണ്ട് കിടന്ന് കുരയ്ക്കുന്നില്ലേ? പഞ്ചായത്തിനുണ്ടായതായതുകൊണ്ടല്ലേ അവൻ അങ്ങനെ വർത്തമാനങ്ങൾ പറയുന്നത്. ഇസ്ലാമിൽ ഔറത്ത് എന്ന് പറയുന്ന 2 പേർക്കും നിർബന്ധമാണ്. ഔറത്ത് അവൻ്റെ തുറന്നു വെച്ചിട്ട് അവൻ പെണ്ണുങ്ങളുടെ നേരെ നോക്കുന്ന എന്തിനാണ്? ഇസ്ലാമിൽ പെണ്ണിന്റെ കണ്ണ് മറയ്ക്കാൻ പറഞ്ഞിട്ടില്ല. പെണ്ണ് മറ്റൊരാളെ നോക്കി വ്യഭിചരിക്കുമെന്ന് എവിടെ എഴുതി വെച്ചിട്ടില്ല. പക്ഷെ ആണ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവന്റെ കണ്ണുകൾക്ക് മറവ് നിർബന്ധമൊന്നും എഴുതി വെച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്നില്ല? മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയണമെന്ന് പറയുന്നുണ്ട്. ഇസ്ലാമായി ജീവിക്കുന്ന ഇവൻ എത്ര പെൺകുട്ടികളെ എടുത്തു വെച്ച് ഈ മോശം പറയുന്നു? ഇതാണോ ഇസ്ലാം? ഇത് കണ്ടിട്ട് നിശബ്ദതയായി ഇരിക്കുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ക്രൈം. ഇപ്പോഴും ഞാൻ പറയുന്നു, ജമാഅത്ത് ഇവന്മാരുടെ ജമാഅത്ത് ഇടപെട്ട ഓമാർക്ക് മൂക്ക് കയറിയിട്ടില്ല എങ്കിൽ ജമാഅത്ത് ഇതിന്റെ മറുപടി പറയേണ്ടി വരും. ഇതിന്റെ മറുപടി ജമാഅത്തിനെ കൊണ്ട് പറയിപ്പിക്കും. കാരണം നിങ്ങൾ നിർബന്ധപൂർവമായി യവന്മാർക്ക് ഇതിനെ അലൗഡ് ചെയ്യുന്നത് കൊണ്ടാണ് യവന്മാർ പബ്ലിക്കിൽ വന്ന് ഈ പെൺകുട്ടികളെ അപമാനിക്കുന്നത്. ഈ അപമാനം ആ പെൺകുട്ടികൾക്ക് പ്രശ്നമില്ലായിരിക്കാം, പക്ഷേ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ ഇസ്ലാമിലെ പെൺകുട്ടികൾക്ക് മുഷ്കിൽ, അതായത് ബുദ്ധിമുട്ടുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ്.
ബാക്കിയുള്ളവർ പറയും നിങ്ങളെ പറ്റി ഇങ്ങനെയല്ലേ പറയുന്നത്. എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഓപ്പോസിറ്റ് ഇതുണ്ടെന്ന് ഓർത്തുകൊള്ളുക. ഈ കാണിക്കുന്ന പേക്കൂത്ത് കാണുമ്പോൾ പെൺകുട്ടികൾ അധികം ദേഷ്യത്തിലായി ഇതിന്റെ റിവേഴ്സ് എഫക്റ്റിലാണ് അവർ കൂടുതൽ കാണിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ ഇതിന്റെ റിവേഴ്സ് ഫലമല്ലേ ഉണ്ടാവുകയുള്ളൂ. അവന് കുറച്ച് വ്യൂ കിട്ടുമായിരിക്കും, തർക്കമില്ല, അവന് വ്യൂ കിട്ടും, സമ്മതിച്ചു. ആ വ്യൂവിന് വേണ്ടിയിട്ട് ഒരു വിഭാഗം ജനതയെ ഇങ്ങനെ അവഹേളിക്കാൻ വിട്ടുകൊടുക്കണമോ? മതത്തിനെ പ്രോത്സാഹിപ്പിക്കുകയും മതത്തിൽ നിൽക്കുന്നത് ഒന്നും തർക്കമില്ലാത്ത കേസാണ്, അതൊക്കെ നിങ്ങൾ ആയിക്കോളൂ. പക്ഷെ അത് വെച്ച് പെൺകുട്ടികൾക്ക് നേരെ നിങ്ങൾ എന്തിനിങ്ങനെ വാളെടുക്കുന്നു? അതെന്താ ഇസ്ലാമിൽ ആണുങ്ങൾ മാത്രമേ ഉള്ളൂ, പെണ്ണില്ലേ? പെണ്ണ് വേണ്ടേ? പെണ്ണെന്താ മെഷീൻ മാത്രമാണോ? കാലം ഏത് കാലത്ത് കൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതിന് വല്ല ബോധ്യവുമുണ്ടോ? ഇസ്ലാമിന് മുമ്പ് ഇവിടെ പെണ്ണുങ്ങൾ ജീവിച്ചിരുന്നില്ലേ? ഇസ്ലാമിന് ശേഷം വന്ന പെണ്ണുങ്ങളെല്ലാം ഇതിന് അടിപ്പെട്ട് അടിമയായി ജീവിക്കണം. നിങ്ങളെന്താ ഇത്ര കമ്പൽസറി ആക്കുന്നേ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇസ്ലാമിക രാജ്യത്തേക്ക് കയറിപ്പോകും നിങ്ങളുടെ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട്. ഇവിടെയുള്ളവർ ഈ രാജ്യത്തെ നിയമം അനുസരിച്ച് ജീവിക്കും. ഈ രാജ്യത്ത് പെണ്ണുങ്ങൾക്ക് തുല്യതയാണ് കൊടുത്തിരിക്കുന്നത്. ആ മതത്തിൽ പോലും അവകാശം പെണ്ണുങ്ങൾക്കാണ് കൂടുതൽ, റൈറ്റ്സ് കൂടുതൽ. അക്കാലഘട്ടത്തിലെ ഒരു സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമാണത്. അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ പെൺകുട്ടികൾ അത്രത്തോളം കഠിനമായി പീഡിപ്പിക്കപ്പെട്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അതിനകത്തുള്ള ചെറിയ ക്ലൗസുകൾ നിന്ന് മറ്റുള്ള എക്സ് മുസ്ലിമിനെ എടുത്തു വെച്ച് അറുമാദിക്കാൻ പറ്റിയ ക്ലൗസുകൾ അതിനകത്ത് ചേർക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പുസ്തകത്തിന് എടുത്തു വെച്ച് വക്രീകരിച്ച് വളച്ചൊടിച്ച് അവർക്ക് മുതൽക്കൂട്ടായി അല്ലെങ്കിൽ എക്സ് മുസ്ലിമുകൾക്കോ ഇതുപോലുള്ള സംഘികൾക്കോ എടുത്തു വെച്ച് ആളാകാനുള്ള ഒരു സാധനമാക്കി യുവമാർ കൊടുക്കുമ്പോൾ യുവമാർ വാസ്തവത്തിൽ സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? മതത്തിനെ ബൂസ്റ്റപ്പ് ചെയ്താൽ മതവാദികൾ അല്ലെങ്കിൽ മതബോധമുള്ളവർ കുറച്ച് കൂടുതൽ വന്ന് ചേരും, കൂടുതൽ വ്യൂ കിട്ടും, കുറെ കൂടുതൽ പൈസ കിട്ടും. ഇതിന്റെ പേര് ഈ ഷിറ്റ് വാരി തിന്നുക എന്നുള്ളതാണ്. അതാണ് നല്ലത്. ഇതിനെക്കാട്ടി നല്ല പരിപാടി അത് തന്നെയാണ്. നാണം കെട്ടും പണം ഉണ്ടാക്കിയിടിൽ നാണക്കേടാ പണം മാറ്റും എന്ന ആ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നതാണ് ഇവിടെ. അല്ലാതെ ഇതിനകത്ത് ഒരു കുന്തോ ഇല്ല. ഒരു രീതിയിലുള്ള ഇസ്ലാമിയെ തുള്ളി കളിക്കുന്നത് കൊണ്ടല്ല അവ ഇത് ചെയ്തിട്ടുള്ളത്. ആ അൻസിഫ് മുഞ്ഞക്കൽ അങ്ങനെ എന്തോണ് ആ കുട്ടിയുടെ പേര്, അവനും അവന്റെ ഭാര്യയും കൂടെ ഇരുന്ന് കൃത്യമായി തെളിവ് ഉൾപ്പെടെ വന്ന് പബ്ലിക്കിൽ പറയുന്നുണ്ട്. അവനെ മൂഞ്ചിക്കൽ എന്ന് വന്ന് കളിയാക്കുന്നു. ആ വേർഡിന്റെ അർത്ഥം എന്താണ്? തമിഴ്നാട്ടിൽ വേറെ, ഈ നാട്ടിൽ എന്താണ് അർത്ഥം? അതവൻ പറയുകയാണ്. ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് 2 വശത്ത് 2 മലക്കിരിക്കും. തെറ്റുകൾ എഴുതിയെടുക്കാൻ ഇടതും ശരികൾ എഴുതിയെടുക്കാൻ വലതും എന്ന് പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവനതൊന്നും പള്ളിയിൽ പോയിട്ടില്ലേ? ഇവനെ ഉസ്താദൊന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ലേ? ഇതേ വസ്തുത പറയുന്ന ഈ അച്ചലുകാരനിക്കും ഇത് തന്നെയല്ലേ അവസ്ഥ? യവന്മാർ 2 പേരും കൂടെ ഇരുന്ന് ഈ പരദൂഷണം പറയുന്നത്. ഇസ്ലാമിൽ പറഞ്ഞിട്ടില്ലേ മറ്റുള്ളവന്റെ പരദൂഷണം പറയാൻ പാടില്ല എന്ന്? പറഞ്ഞിട്ടില്ലേ? യവന്മാരാണോ ഇസ്ലാമിയര്? ഇത് കേട്ട് മിണ്ടാതിരിക്കുകയാണോ നിങ്ങൾ ചെയ്യുന്നത്? നിങ്ങളുടെ ഫോട്ടോ വെച്ചത് ചെയ്യുമ്പോൾ നിങ്ങൾ റിയാക്ട് ചെയ്യുകയല്ല വേണ്ടത്, ആക്ഷൻ എടുക്കുക. നമ്മൾ റിയാക്ഷൻ അല്ല കൊടുക്കേണ്ടത്, ആക്ഷൻ ആണ് കൊടുക്കേണ്ടത്. വൺസ് നിങ്ങൾ ഒരാൾക്ക് ഒരു പരിപാടി കൊടുത്തു നോക്കൂ, അതോടെ നിർത്തും ഈ തോന്നിവാസം. തട്ടമിടാത്തവർ വ്യഭിചാരിണികളാണ് എന്ന ഒരു സ്റ്റേറ്റ്മെന്റിന് കാന്തപുരം ഉസ്തൂനല്ലേ സൂറാത്ത തെറ്റിയടിച്ചു കൊടുത്തത്? എല്ലാവർക്കും ഭയമല്ലേ അങ്ങോട്ട് പറയാൻ? ചില കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരും നിങ്ങൾക്ക് വേണ്ടി വന്ന് പറയത്തില്ല. കരയുന്ന പിള്ളക്കേ പാലുള്ളൂ, കരയുന്ന പിള്ളക്കേ കിട്ടുള്ളൂ. അത് മനസ്സിലാക്കിക്കൊള്ളുക. എത്ര നാൾ നിങ്ങൾ മൗനം പാലിക്കുമോ അത്രത്തോളം ഇവർ വളർന്ന് ബാക്കിയുള്ളവരും കൂടെ അറ്റാക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ്. ചേർന്ന് നിൽക്കി, എൻ്റെ കൂടെ ചേരണ്ട, ശരി, തനിച്ച് നിൽക്കി, ചേർന്ന് നിൽക്കി നിങ്ങളെല്ലാവരും കൂടെ. എന്നിട്ട് തിരിച്ച് പറയാൻ നോക്കൂ. പറച്ചിൽ എങ്ങനെയായിരിക്കണം? ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിക്കൂ. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഒരു മൊബൈൽ കിട്ടിയ ഉടനെ അതും കൊണ്ടുവന്നിരുന്ന് കുത്തിയിരുന്ന് അങ്ങോട്ട് അലറാനുള്ളതല്ല. അതിനല്ല സോഷ്യൽ മീഡിയ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻ പാസ് ചെയ്യാനും. ഇനി നിങ്ങൾക്കൊരു എന്റർടൈൻമെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ രീതിയിലുള്ള വീഡിയോസ് ചെയ്യാനും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന രീതിയിൽ നിങ്ങളുടെ കലകളും നിങ്ങളുടെ കഴിവുകളും പ്രദർശിപ്പിക്കാനുമുള്ളതാണ്. മറ്റുള്ളവന്റെ കുറ്റവും അവന്റെ തീട്ടവും മലവും മൂത്രവും ഒക്കെ എടുത്തു വെച്ച് തിന്ന് ജീവിക്കുന്ന ഇത്തരം ജന്തുക്കളെ നമ്മൾ ഒഴിവാക്കുകയല്ല വേണ്ടത്, പണിഷ് ചെയ്യുകയാണ് വേണ്ടത്. എവിടെയോ മുറിഞ്ഞ് എവിടെയോ ഒഴുകുന്ന് കിട്ടാക്കനി ഇതുപോലെ ആയിരിക്കും എന്നുള്ളതിന്റെ തെളിവല്ലേ? മറ്റൊരുത്തന്റെ ഭാര്യയെ കാണുമ്പോൾ അവനിക്ക് സാധനം പൊങ്ങുന്നുണ്ടെങ്കിൽ ഇവൻ പറയുന്നത് എത്ര മ്ലേച്ഛമായ ഒരു സാധനമാണ്. ഭാര്യയെ ഇവന്റെ ഭാര്യയെ അപ്പം നാട്ടുകാർ കണ്ടപ്പോൾ ഇതാണോ തോന്നുന്നത്? ഇവനെ വിശ്വസിച്ച് ഇവന്റെ കൂട്ടിൽ ഇവന്റെ വീട്ടിൽ എൻ്റെ മക്കളെ എങ്ങനെ നിൽക്കും? കൊച്ചു മക്കളെ എങ്ങനെ നിർത്തും നമ്മൾ വിശ്വസിച്ച് അവന്റെ കൂടെ? ഇവന്റെ ഉമ്മായെ കണ്ടാൽ ഇവന് സാധനം പൊങ്ങോ ഇല്ലെന്ന് എന്താണ് ഉറപ്പ്? ഈ 2 അവന്മാർക്കും വീട്ടിലെ അമ്മമാരെ കാണുമ്പോൾ സാധനം പൊങ്ങുന്നുണ്ടെന്നുള്ളതിന്റെ തെളിവല്ലേ അവന്മാർ വന്നിരുന്നുണ്ട്. എടാ നിന്റെ ഭാര്യയെ കണ്ടപ്പോൾ എനിക്കങ്ങ് പൊങ്ങിയെന്ന്. അത് കേട്ടിട്ട്
പ്രതിവാദം പറയുന്നതിന് പകരം ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത്? പ്രതിവാദമാണോ പരിഹാരം? അതൊരു പരിധി വരെ പറ്റുള്ളൂ. ഒരു വട്ടം വിടാം, 2 വട്ടം വിടാം, പിന്നെ ഇടരുത്. പിന്നെ ഇടേണ്ടത് ആക്ഷനാണ്. നമ്മളെയൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി കുറെ അങ്ങ് അമരാവതിച്ചു. ഇപ്പൊ ഇടുന്നില്ല. എന്തുകൊണ്ട് ഇടുന്നില്ല? അതാണ് ആക്ഷൻ. ആ ആക്ഷനിൽ വിശ്വസിക്കുകയും അതിനുവേണ്ടി മുൻപോട്ട് വരികയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എപ്പോഴും ഈ അവസരം കിട്ടിയെന്ന് വരില്ല. ഐ എം ഡാം ഷുവർ നിങ്ങൾ ആ അവസരം ഉപയോഗിക്കുന്നിടത്ത് ഈ പ്രശ്നം ഇവിടെ തീരുകയാണ്. അല്ലെങ്കിൽ ഇത് നിർബാധം തുടർന്നുകൊണ്ടേയിരിക്കും. ഈ പറയണ ജാമ്യത ഇതുപോലെ എന്തെല്ലാം അവിടെ കിടന്ന് അലയ്ക്കുന്നു. എന്താ ഇവന്മാർക്ക് അവളെ ഒതുക്കണ്ടേ? അങ്ങോട്ട് ചെന്നാൽ കൃത്യമായ സാധനം എടുത്തു വെച്ച് മറുപടി കിട്ടും. അപ്പൊ അവളോടത്ത് ഒതുക്കണ്ട, അവളെ ഒതുക്കാനും പോവണ്ട, താല്പര്യമില്ല. സംഘികളായ എത്രയോ പെണ്ണുങ്ങൾ ഇരുന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ പറയണം. എന്താ അവരൊന്നും ഒതുക്കണ്ടേ? പെണ്ണെന്ന് പറയുമ്പോൾ ഈ ലോകം പടച്ചത് പടച്ചവൻ. ബാക്കി മറ്റു കമ്മ്യൂണിറ്റികളൊന്നും പെണ്ണല്ലേ? അവരെയൊന്നും ഇവർക്ക് നന്നാക്കണ്ടേ? എൻ്റെ മതവിഭാഗക്കാരെ നന്നാക്കണം, എൻ്റെ മതവിഭാഗക്കാരെന്നാണ്. ഇതുകൊണ്ടുള്ള ലാഭം എന്താണെന്നറിയാം? ഈ മടം വേണ്ടാന്നങ്ങ് പറയും പെൺപിള്ളേർ. ഒരു പരിധിയിൽ കൂടുതൽ സഹനശക്തിയൊന്നും പെണ്ണുങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. എത്ര സഹിക്കണം? ഏതെല്ലാം രീതിയിൽ സ്ട്രെസ്സും പ്രോബ്ലംസും പെൺകുട്ടികൾ തനിയെ അനുഭവിക്കുന്നുണ്ട്. അത് പോരാതെ ഇതുപോലൊരു നെറ്റിയടിയും കൂടെ കൊടുത്താൽ അത് സഹിക്കണമെന്ന് പറഞ്ഞാൽ അത് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? കേട്ട് 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 മിണ്ടാതിരിക്കും തോറും നമ്മൾ ഒരു ക്രൈം കാണുമ്പോൾ ആ ക്രൈമിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ ക്രൈം. ഒരു ക്രൈം സീൻ കണ്ടാൽ ആ ക്രൈമിനെതിരെ നിങ്ങൾ പ്രതികരിച്ചില്ലെങ്കിൽ നിങ്ങളാണ് അതിനേക്കാൾ വലിയ ക്രിമിനൽ. ഒരാൾ വെട്ടിക്കൊല്ലും, നിങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുവോ? പിടിച്ചു മാറ്റാനെങ്കിലും ശ്രമിക്കില്ലേ? ആ ധാർമ്മിക ബോധം നിങ്ങൾക്കില്ലേ? നിങ്ങളെ കുറച്ച് പറഞ്ഞിട്ട് അവൻ അടുത്ത ആളെ തേടി പോവൂ എന്ന് പറയുന്നതാണോ മാനേഴ്സ്? അവകാശങ്ങൾ മാത്രമല്ല പൗരന്റെ ധർമ്മം. പൗരന് കടമയുണ്ട്, റെസ്പോൺസിബിലിറ്റി. ആ കടമയിൽ ഇതുപോലുള്ള തോന്നിവാസങ്ങൾ നിർത്തലാക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണമെന്നുണ്ട്. ഈ രാജ്യം ഭരിക്കുന്നത് പ്രത്യേകിച്ച് ഒരു വ്യക്തിയല്ല, ഇത് ജനങ്ങളാൽ ഭരിക്കപ്പെടുന്ന ഇത് സംഹിതയാണ്. അപ്പോ നിങ്ങൾ ഓരോരുത്തരും ഭരണാധികാരികളാണ്. നിങ്ങളുടെ റൈറ്റ്സ് പോലും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് മനുഷ്യരാണെന്നാണ് എൻ്റെ ചോദ്യം. സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടത് അവരെ ചേർന്ന് നിൽക്കുന്ന ഭർത്താവോ അച്ഛനോ സഹോദരനോ ആരെന്ന് പറഞ്ഞാലും നിങ്ങളില്ല ഞങ്ങളില്ല, അത് സത്യം തന്നെയാണ്. പക്ഷേ നിങ്ങൾ പിന്നോട്ട് പിടിച്ചിട്ട് അത് അവളെ അല്ലേ പറയണേ എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ഞങ്ങൾക്ക് എന്തിനാണ്? മുൻപോട്ട് വരിക, ഇവനെതിരെ ആക്ഷൻ എടുക്കുക, കേസ് ഫയൽ ചെയ്യുക, പിടിച്ചു പോയി 2 ദിവസം അതിനകത്തിട്ട് ഉണ്ട കൊടുക്കുകയും എൻ്റെ ചാനൽ പൂട്ടുകയും ചെയ്യുമ്പോൾ അത്തോടെ തീരും ഈ കളി. ഇത്തരക്കാരെ അക്ഷരം തെറ്റാതെ ഹറാമി എന്നും അക്ഷരം തെറ്റാതെ കാഫിർ എന്നും വിളിക്കാം. ഇസ്ലാം മത വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്നവരാണോ ഇത്തരം പോക്കൃത്തരം പറയുന്നത്? ഇതാണോ നിങ്ങൾ പഠിപ്പിക്കുന്ന ഇസ്ലാം? ഞങ്ങളാരും ഇങ്ങനെ ഒരു ഇസ്ലാമിനെ കണ്ടിട്ടില്ല, പഠിച്ചിട്ടില്ല. നെറ്റിയിൽ പൊട്ടുവെച്ചാൽ തൃശൂലം കുത്തിയിറക്കും എന്ന് പറയുന്നു. ബംഗ്ലാദേശ് പാകിസ്ഥാനിൽ പോയാൽ നെറ്റിയിൽ സിന്ദൂരം വെപ്പിച്ചിട്ടാണ്, ഇവിടെയല്ല ഇവിടെ വെപ്പിച്ചിട്ടാണ് വീട്ടിലേക്ക് ഇൻവൈറ്റ് പോലും ചെയ്യുന്നത്. അപ്പൊ എന്താ അവിടെ തൃശൂലം വേറെയാണോ? ഓരോ രാജ്യങ്ങൾ ഓരോ സ്ഥലത്തിന് മാറി മാറി ഓരോ ആചാരങ്ങൾ വരുന്നു എന്നതിനപ്പുറം മനുഷ്യർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഓരോ മതങ്ങളും ഉണ്ടായിട്ടുള്ളത്. മതം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം മതം സേഫ്. മതം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ ആ മതം സേഫേ അല്ല, അത് നീക്കി നിർത്തണം. നീക്കി നിർത്തുക തന്നെ വേണം. ഇവിടെ മതം ഉപേക്ഷിക്കാൻ പറയുന്നില്ല, ഒരു യൂണിറ്റി എപ്പോഴും നല്ലതാണ്. പക്ഷേ ഈ മതത്തിനെ അവഹേളിക്കാനും ഈ മതത്തിലുള്ളവരെ അപരവൽക്കരിക്കാനും നിൽക്കുന്ന മനുഷ്യരുടെ മൈയിലേക്ക് നിങ്ങളെ കൊണ്ട് ഇട്ടുകൊടുക്കാൻ ഇത്തരക്കാർ ധാരാളമാണ്. അവന്മാർക്കൊരു സോഷ്യൽ മീഡിയയും കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് കാര്യം നടക്കും. തിരിച്ചറിവ് വരേണ്ടത് നിങ്ങൾക്കാണ്. ഞാൻ പറയുമ്പോൾ പിടിക്കത്തില്ല. കുറച്ചു നേരം ഇരുന്ന് ചിന്തിച്ചിട്ട് സ്വയം തീരുമാനിച്ചാൽ മതി, ഒരു നിർബന്ധവുമില്ല. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അവഹേളിക്കപ്പെടുന്നത്. എന്നെ പറഞ്ഞാൽ ഞാൻ തിരിച്ച് തെറി വിളിക്കും, എന്നെ തെറിത്താത്താന്നല്ലേ വിളിക്കുള്ളൂ, ഐ ഡോണ്ട് കെയർ. പക്ഷെ ഞാൻ കൊടുക്കും, കേസും കൊടുക്കും. ചെയ്യേണ്ടത് ഇനിയും വൈകാതെ ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കാം, മതത്തിനോടോ മതവാദികളോടോ എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഇല്ല. ഞങ്ങളുടെ നാട്ടിലുള്ള ഞങ്ങളുടെ ജമാഅത്തിലെ ഉസ്താദ് പൊന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അനാവശ്യമായ ഒരു നിർദ്ദേശങ്ങളോ ഒരു കർശന ശാഠ്യങ്ങളോ ഇല്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ, അതായിരിക്കണം ഉസ്താദ്. തെറ്റിലേക്ക് നയിക്കുന്ന ജനതയെ കണ്ടാൽ അതിന് പാടില്ല എന്ന് മര്യാദയ്ക്ക് പറഞ്ഞാൽ അത് നമ്മൾ കേൾക്കും. പകരം നമ്മളെ കണ്ട ഉടനെ സാമാനം പൊങ്ങി എന്ന് പറയുന്നത് ശരിയായ ധർമ്മമോ ശരിയായ രീതിയോ അല്ല. അവൻ തലയിൽ സുരാ ഇട്ടിട്ട് വേണം വന്നിരുന്ന് അലയ്ക്കാൻ. അവൻ ചെയ്യുന്നുണ്ടോ? അവൻ തോന്നിവാസം കാണിച്ച് കള്ളും കുടിച്ച് അവന്റെ ഭാര്യയും വെച്ച് അറുമാതിച്ച് നടക്കുന്നത് കൃത്യമായ തെളിവുൾപ്പെടെ അൻസീഫ് കൊണ്ട് വെക്കുമ്പോൾ അൻസീഫിനെ ഒറ്റപ്പെടുത്താനും അകറ്റാനും മാറ്റി നിർത്താനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ ഒന്നും പറയാനില്ല. ഇത് പാർട്ട് 1 ആണ്. പാർട്ട് 2 കൃത്യമായ വിവരണവുമായി ഞാൻ അടുത്ത് വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.